നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയ വിശകലനത്തിലേക്ക് വലിയൊരു സ്വാഗതം. നിങ്ങളോട് ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ദിവസവും ഒരേ വഴിയിലൂടെ വണ്ടിയോടിച്ചു പോകുമ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയതെന്ന് പോലും ഓർമ്മയുണ്ടാകില്ല, അല്ലേ? ഉം, അതെ. ഗിയർ മാറ്റുന്നതും ബ്രേക്ക് പിടിക്കുന്നതുമൊക്കെ ശരീരം താനേ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സ് എവിടെയോ ആയിരിക്കും. കൃത്യം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകൾ പോലെയുള്ളവ, കാലക്രമേണ ഇതേപോലെ വെറുമൊരു യാന്ത്രികമായ ശീലമായി മാറാറില്ലേന്ന്? തീർച്ചയായും. ശരീരം ഇളക്കുന്നു, ചില വാക്കുകൾ പറയുന്നു. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ടാകില്ല. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈയൊരു വിഷയത്തിന്റെ ഉള്ളറകളിലേക്കാണ് പോകുന്നത്. പ്രാർത്ഥനയിലെ ഈ ഓട്ടോ പൈലറ്റ് അവസ്ഥയെ എങ്ങനെ മാറ്റാമെന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രെയർ പൾസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള 2025 ഡിസംബർ 3 അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളാണ്. അതെ, അതെ. ഈ വിവരങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിസർച്ചിൽ നിന്നാണ് വരുന്നത്. അതെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വച്ചാൽ, അറബി ഭാഷ തീരെ അറിയാത്തവർക്കും ഈ ഇസ്ലാമിക പ്രാർത്ഥനയായ നമസ്കാരത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇതിലൂടെ ലളിതമായി മനസ്സിലാക്കാം. ശരി, നമുക്ക് ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാം. ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതൊരു മതപരമായ പഠനത്തെക്കാൾ ഉപരി മനുഷ്യന്റെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗംഭീര ടൂളായിട്ടാണ്. നിങ്ങൾ ആ പറഞ്ഞ ഓട്ടോ പൈലറ്റ് ഉദാഹരണം വളരെ കൃത്യമാണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. അവർ നിങ്ങളെ വ്യാകരണമോ കടുത്ത നിയമങ്ങളോ ഒന്നും പഠിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. മറിച്ച് നിങ്ങൾ ദിവസവും ചെയ്യുന്നൊരു കാര്യം എങ്ങനെ ബോധപൂർവം അഥവാ മൈൻഡ്ഫുള്ളായി ചെയ്യാമെന്നാണ് അവർ കാണിച്ചു തരുന്നത്. പ്രാർത്ഥനയെ കേവലം ഒരു കടമയായി കാണാതെ അതൊരു മാനസികമായ ആശ്വാസമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അതൊരു വലിയ കാര്യമാണ്. കാരണം ലോകമെമ്പാടുമുള്ള 40,000-ത്തിലധികം ആളുകൾ പ്രാർത്ഥനയെ കൂടുതൽ സ്നേഹിക്കാൻ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഉപയോക്താക്കളുടെ ചില അഭിപ്രായങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗംഭീര വായനാനുഭവമാണ്. എനിക്കെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതെ, ആഴ്ചയിൽ 2 തവണ വരുന്ന ചെറിയ ഇമെയിലുകളിലൂടെയാണ് ഇവർ ഈയൊരു മാറ്റം കൊണ്ടുവരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. ശരിക്കും. ഇതിൽ ഫർസാൻ എന്ന വ്യക്തി അയച്ച ഒരു ഇമെയിലിനെക്കുറിച്ച് വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. അതായത്, ആദ്യത്തെ ചിന്ത അഥവാ യുവർ ഫസ്റ്റ് തോട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. അതെ. പ്രാർത്ഥനയ്ക്കുള്ള സമയമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? അവർ 3 സ്മൈലികൾ വെച്ചാണത് ചോദിക്കുന്നത്. നെഗറ്റീവ്, ന്യൂട്രൽ, പിന്നെ പോസിറ്റീവ്. അതായത്, അയ്യോ പ്രാർത്ഥിക്കാൻ സമയമായല്ലോ, എനിക്ക് വേറെ പണിയുണ്ടായിരുന്നല്ലോ എന്നൊരു ഭാരമാണോ തോന്നുന്നത്? അതോ യാതൊരു വികാരവുമില്ലാത്ത അവസ്ഥയാണോ? അതോ സന്തോഷമാണോ എന്ന്? ഈ ചിന്തയെ പോസിറ്റീവാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് മാറുമ്പോൾ പ്രാർത്ഥനയോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറും. പക്ഷെ എനിക്കൊരു സംശയമുള്ളത്, ഈ ആദ്യത്തെ ചിന്ത മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതായത്, രാവിലെ അലാറം അടിക്കുമ്പോൾ നമ്മൾ സ്നൂസ് ബട്ടൺ അമർത്താറില്ലേ? അത് നമ്മുടെ ഒരു സ്വാഭാവിക പ്രതികരണമല്ലേ? പെട്ടെന്നൊരു ദിവസം മുതൽ ഞാൻ പോസിറ്റീവായി ചിന്തിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. വെറുതെ ഇരുന്ന് ഞാൻ പോസിറ്റീവായി ചിന്തിക്കും എന്ന് തീരുമാനിച്ചാൽ ആ ചിന്ത മാറില്ല. അലാറത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണിതും. അലാറം അടിക്കുന്നത് ഓഫീസിൽ പോകാനാണെങ്കിൽ നമ്മൾ വല്ലാത്തൊരു മടിയോടെയാവും എഴുന്നേക്കുക. പക്ഷെ അത് നമ്മൾ ഏറെ ആഗ്രഹിച്ചൊരു വിനോദയാത്രയ്ക്ക് പോകാനാണെങ്കിലോ? അത് നമ്മൾ അലാറം അടിക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പം ചാടി എഴുന്നേൽക്കും. കൃത്യം. അപ്പോൾ അവിടെ അലാറം എന്ന ശബ്ദമല്ല പ്രശ്നം. ആ ശബ്ദം നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതിലാണ് കാര്യം. പ്രാർത്ഥനയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പ്രാർത്ഥന എന്നതിനെ ഒരു ബാധ്യതയായിട്ടാണോ അതോ ഒരു ആശ്വാസമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്നതാണ് പ്രധാനം. മനസ്സിലായി. അവിടെയാണ് പ്രെയർ പൾസ് തികച്ചും വ്യത്യസ്തമായൊരു സമീപനം കൊണ്ടുവരുന്നത്. അവർ വാക്കുകളുടെ അർത്ഥങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന രീതിയിൽ നിന്ന് അപ്പാടെ മാറ്റുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം മാറുമ്പോൾ അതിനോടുള്ള നമ്മുടെ വൈകാരികമായ സമീപനവും താനേ മാറും. അതെ, അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ആ വിവർത്തനങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വായിച്ചപ്പോൾ ശരിക്കും എനിക്കും വലിയ അത്ഭുതം തോന്നി. പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചില അറബി വാക്കുകൾ. ഉദാഹരണത്തിന് റഹ്മ എന്ന വാക്ക്. സാധാരണയായി കരുണ അഥവാ മേഴ്സി എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? അതെ, കൂടുതലും അങ്ങനെയാണ് വിവർത്തനം ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അവർ അതിനെ സ്നേഹം അഥവാ ലവ് എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. ഏറ്റവും സ്നേഹനിധിയായ
എപ്പോഴും സ്നേഹിക്കുന്നവൻ. ഇതിലെന്താണ് ഇത്ര വലിയ വ്യത്യാസം എന്ന് ചിലർക്കെങ്കിലും തോന്നാം. കരുണയും സ്നേഹവും തമ്മിൽ ശരിക്കും അത്ര വലിയ വ്യത്യാസമുണ്ടോ? തീർച്ചയായും വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കരുണ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഒരു അധികാരമുണ്ട്, ഒരു ഭയമുണ്ട്. അതായത്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, എന്നെ ശിക്ഷിക്കാൻ ഒരാൾക്ക് അധികാരമുണ്ട്, പക്ഷെ അയാൾ എന്നോട് കരുണ കാണിച്ച് എന്നെ വെറുതെ വിടുന്നു. അതൊരു ട്രാൻസാക്ഷനാണ്. അവിടെ സ്നേഹമുണ്ടാകണമെന്നില്ല. ശരിയാണ്, അതൊരു തരം കീഴടങ്ങൽ മാത്രമാണ്. എന്നാൽ സ്നേഹമെന്ന് പറയുമ്പോഴോ, അവിടെ ഭയമില്ല. അവിടെ ഒരാൾ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു, നിങ്ങളെ കരുതുന്നു. അത് അധികാരത്തിൽ നിന്നല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് വരുന്നത്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ വെറുമൊരു ശിക്ഷിക്കുന്ന അധികാര കേന്ദ്രമായി കാണുന്നതിനു പകരം എപ്പോഴും സ്നേഹിക്കുന്ന ഒരു അസ്തിത്വമായി കാണാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയെ എങ്ങനെ മാറ്റും? വാവ്, അത് ശരിക്കും വലിയൊരു മാറ്റമാണ്. ആ ഭയം മാറുമ്പോൾ തന്നെ പ്രാർത്ഥനയോടുള്ള നമ്മുടെ ആ ഒരു മടി മാറുമല്ലോ. അവരിതിൽ പറയുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, റബ്ബ്. ഇതിന് നമ്മൾ സാധാരണ നാഥൻ അല്ലെങ്കിൽ ലോർഡ് എന്നാണ് വിവർത്തനം ചെയ്ത് കാണാറുള്ളത്. എന്നാൽ പ്രേയർ പൾസ് പറയുന്നത് കരുതലുള്ള യജമാനൻ അല്ലെങ്കിൽ കെയറിംഗ് മാസ്റ്റർ എന്നാണ്. ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ആ വ്യത്യാസം മനസ്സിലാകും. അതെ, കാരണം ലോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയകാലത്തെ ഏതോ രാജാവിനെയോ ജന്മിമാരെയോ ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷെ കരുതലുള്ള യജമാനൻ എന്ന് കേൾക്കുമ്പോൾ അതൊരു മെന്റർ അല്ലെങ്കിൽ നമ്മളെ വഴി നടത്തുന്ന ഒരാളാണ് എന്ന തോന്നൽ വരുന്നു. കൃത്യമായി പറഞ്ഞു. ഈ രണ്ട് വാക്കുകളും സ്നേഹവും കരുതലും ചേരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. പ്രാർത്ഥനയ്ക്കുള്ള സമയമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളെ ശാസിക്കാൻ കാത്തുനിൽക്കുന്ന ഒരാളല്ല, മറിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായും ആ ചിന്ത വരുമ്പോൾ നമ്മുടെ ആ ആദ്യത്തെ ചിന്ത നെഗറ്റീവായിരിക്കില്ല. നമ്മൾ ആ സമയത്തിനായി ശരിക്കും കാത്തിരിക്കാൻ തുടങ്ങും. അതെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഭയത്തിൽ നിന്നല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നും കരുതലിന്റെയും അടിസ്ഥാനത്തിലാണ് കാണേണ്ടത് എന്ന വലിയ ചിന്തയാണ് ഇവിടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയാണ്, ഇതൊരു വലിയ കാഴ്ചപ്പാടിന്റെ മാറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പുതിയ മൈൻഡ്സെറ്റ് വെച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ശാരീരികമായ ഘട്ടങ്ങളിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ വിവരങ്ങളിൽ പ്രാർത്ഥനയെ ഒരു യാത്ര പോലെയാണ് വിവരിച്ചിരിക്കുന്നത്, അല്ലേ? അതെ, വളരെ മനോഹരമായ ഒരു ശാരീരികവും വാചികവുമായ യാത്രയാണത്. നമ്മൾ ആദ്യം നിൽക്കുന്നു, പിന്നെ കുനിയുന്നു, അവസാനം സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഈ ഓരോ അവസ്ഥയിലും ഈ കരുതലുള്ള യജമാനൻ എന്ന സങ്കല്പം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, നമ്മൾ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ദൈവമാണ് ഏറ്റവും വലിയവനെന്ന്. അത് കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്നേഹം എന്ന വാക്ക് അവിടെ വീണ്ടും വരികയാണ്. ഏറ്റവും സ്നേഹനിധിയായ, എപ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. പുറത്തുള്ള ലോകത്തെ മുഴുവൻ ചിന്തകളെയും മാറ്റിവെച്ച് ഞാൻ എൻ്റെ ആ കെയറിംഗ് മാസ്റ്ററുമായി സംസാരിക്കാൻ തുടങ്ങുന്നു എന്ന പ്രഖ്യാപനമാണത്. വെറുതെ ഒരു ചടങ്ങല്ല, അതൊരു സ്വകാര്യ സംഭാഷണത്തിന്റെ തുടക്കമാണ്. അതെ. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം വെറുമൊരു യാന്ത്രികമായ ദൈവത്തിന് സ്തുതിയെന്നല്ല, മറിച്ച് സർവ്വസൃഷ്ടികളുടെയും കരുതലുള്ള യജമാനന് എന്റെ നന്ദി എന്നാണല്ലേ. നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, എന്നെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാത്തിനെയും കരുതുന്നത് അവനാണെന്ന്. തുടർന്ന് മാലിക് യൗമിദ്ദീൻ, വിധി ദിവസത്തിന്റെ ഉടമസ്ഥനെന്ന് പറയുന്നു. അതിനുശേഷം വരുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വരിയാണ്. അതെ, നാം ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഇയ്യാക്ക നാബുദു വയ്യാക്ക നസ്തഈൻ. അതായത്, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഈയൊരു വരി എനിക്ക് വളരെ സവിശേഷമായി തോന്നി. തീർച്ചയായും അതൊരു മാനസികമായ ആങ്കറിംഗ് ആണ്. നിങ്ങൾ ദിവസം മുഴുവൻ പല കാര്യങ്ങൾക്കും പലരെയും ആശ്രയിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ. പക്ഷേ ആ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറപ്പിച്ചു പറയുകയാണ്, എന്റെ ആത്യന്തികമായ സഹായവും ആശ്രയവും എന്റെ ഈ കരുതലുള്ള യജമാനൻ മാത്രമാണെന്ന്. അത് മനുഷ്യന് നൽകുന്ന ഒരു മാനസിക ധൈര്യം വളരെ വലുതാണ്. അതിനുശേഷം വഴിപാടുകളെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം,
അനുഗ്രഹിക്കപ്പെട്ടവരുടെ ശരിയായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണേ, അല്ലാതെ കോപത്തിന് ഇരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല എന്ന്. അവസാനം ഒരു ഓപ്ഷണലായി ആമീൻ, അതായത് ഈ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി നിന്നുകൊണ്ടാണ് പറയുന്നത്. അതെ, എനിക്കൊരു സംശയം തോന്നുന്നത് ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് കുനിയുന്ന അവസ്ഥയിലേക്ക്, അഥവാ റുക്കു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. വീണ്ടും അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് നമ്മൾ കുനിയുന്നു. ഇതിന്റെ ഒരു ശരിക്കുമുള്ള സൈക്കോളജി എന്താണ്? വെറുതെ നിൽക്കുന്നിടത്ത് നിന്ന് കുനിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ വ്യക്തിത്വത്തോടെ, നിങ്ങളുടെ ആ ഒരു അസ്തിത്വത്തോടെയാണ് നിൽക്കുന്നത്. എന്നാൽ കുനിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തെ, അഥവാ നിങ്ങളുടെ ആ ഈഗോയെ പതുക്കെ താഴേക്ക് വയ്ക്കുകയാണ്. ശരീരം കുനിയുമ്പോൾ മനസ്സും അതിനൊപ്പം വിനയാൻവിതമാകുന്നു. കുനിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുബഹാന റബ്ബിയൽ അസീം എന്നാണ്. അതായത്, എന്റെ കരുതലുള്ള യജമാനൻ എത്ര പരിശുദ്ധൻ, എത്ര മഹാൻ, ഞാൻ ഒന്നുമല്ല, നീയാണ് മഹാൻ എന്ന് ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും പൂർണ്ണമായി അംഗീകരിക്കുകയാണവിടെ. എന്നിട്ട് നമ്മൾ തിരികെ നിവർന്നു നിൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. സാഷ്ടാംഗം പ്രണമിക്കുന്ന അവസ്ഥ. അതിനെ സുജൂദ് എന്നാണല്ലോ വിളിക്കുന്നത്. നിലത്ത് നെറ്റിയും മൂക്കും മുട്ടിച്ചു കിടക്കുന്ന ആ ഒരു പൊസിഷൻ. ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ ഭാഗമാണ്. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അവിടെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ വളരെ മനോഹരമായൊരു പാരഡോക്സ് ഉണ്ട് എന്ന് പറയാം. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ അവന്റെ ശാരീരികമായ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ് അവിടെയുള്ളത്. അവന്റെ അഹങ്കാരത്തിന്റെ കേന്ദ്രമായ തല, അല്ലെങ്കിൽ നെറ്റി, അവൻ മണ്ണിലേക്ക് ചേർത്തുവെക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ഇതിലും വലിയൊരു വിനയത്തിന്റെ അവസ്ഥ വേറെയില്ല. എന്നാൽ ആ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ കിടന്നുകൊണ്ട് അവൻ ദൈവത്തെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? എന്താണ്? സുബ്ഹാന റബ്ബിൽ ആല എന്നാണ്. ഏറ്റവും ഉന്നതനായ എന്റെ കരുതലുള്ള യജമാനൻ എത്ര പരിശുദ്ധൻ. ശരിയാണ്, നമ്മൾ ഏറ്റവും താഴെ കിടന്നുകൊണ്ട് അവനെ ഏറ്റവും ഉന്നതനെന്ന് വിളിക്കുന്നു. അതെ, മനുഷ്യന്റെ ഏറ്റവും വലിയ വിനയവും ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉന്നത പദവിയും തമ്മിലുള്ള സംഗമമാണത്. സൈക്കോളജിക്കലായി നോക്കിയാൽ ഇതൊരു വലിയ മോചനമാണ്. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ, ആ കരുതലുള്ള യജമാനന്റെ മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരാൾക്ക് പിന്നീട് ഈ ലോകത്ത് വേറെ ഒന്നിന്റെ മുന്നിലും തല കുനിക്കേണ്ടി വരുന്നില്ല. വളരെ ശരിയായൊരു പോയിന്റാണത്. പണത്തിന്റെ മുന്നിലോ അധികാരത്തിന്റെ മുന്നിലോ മറ്റു മനുഷ്യരുടെ മുന്നിലോ അവന് കീഴടങ്ങേണ്ടി വരുന്നില്ല. ആ ഒരൊറ്റ സുജൂദ് അവനെ ബാക്കി എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഗംഭീരമായ ചിന്തയാണ്. അപ്പോൾ ഈ സാഷ്ടാംഗ പ്രണാമങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. രണ്ട് പ്രണാമങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ റബ്ബി ഇഗ്ഫിർലി വർഹംനി എന്ന് പറഞ്ഞ് ദൈവത്തോട് പാപമോചനത്തിനും കരുണയ്ക്കുമായി ചോദിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരികയാണ്. അതെ, 2 യൂണിറ്റുകൾ അഥവാ റക്അത്ത് പൂർത്തിയാകുമ്പോൾ ഇരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക്, അതായത് ഫജ്റിന് ഇത് 2 യൂണിറ്റും മഗ്രിബിന് 3ഉം മറ്റുള്ളവയ്ക്ക് 4 യൂണിറ്റുകളാണെന്ന കാര്യം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ പറയുന്ന പ്രാർത്ഥന എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇരിക്കുന്ന അവസ്ഥയിൽ പറയുന്ന പ്രാർത്ഥനയെ അത്തഹിയാത്ത് എന്നാണ് വിളിക്കുന്നത്. വളരെ അർത്ഥവത്തായ ഒരു സംഭാഷണമാണത്. അവിടെ നമ്മൾ തുടങ്ങുന്നത് ദൈവത്തിനുള്ള അഭിവാദ്യങ്ങളോടെയാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രവാചകനായ മുഹമ്മദ് നബിക്കുള്ള സമാധാനവും സ്നേഹവും നേരുന്നു. തുടർന്ന് നമുക്കുവേണ്ടി തന്നെ സമാധാനം ചോദിക്കുന്നു. അതുമാത്രമല്ല, ലോകത്തുള്ള ദൈവത്തിന്റെ സജ്ജനങ്ങളായ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സമാധാന പ്രാർത്ഥനയുണ്ടവിടെ. അതായത് നമ്മൾ മാത്രം നന്നാവണം എന്നല്ല, എല്ലാവർക്കും സമാധാനമുണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവസാനം ഏകദൈവത്തിലുള്ള വിശ്വാസവും മുഹമ്മദ് നബിയുടെ ദൂതുർ പദവിയും സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, അതിനുശേഷം അനുഗ്രഹങ്ങൾക്കായുള്ള പ്രാർത്ഥനയാണ് വരുന്നത്. ഇബ്രാഹിം നബിയെയും അനുയായികളെയും അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കാനുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ സല്ലി അല്ലെങ്കിൽ ബാരിക് എന്ന് തുടങ്ങുന്ന ഭാഗമല്ലേ? കൃത്യമായി പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ സമാധാനം പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അതെ, നമ്മൾ തല വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ് സലാം പറഞ്ഞുകൊണ്ടാണല്ലോ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിന്റെ അർത്ഥമെന്താണ്? നിങ്ങൾക്ക് സമാധാനവും
ദൈവത്തിന്റെ സ്നേഹവും ഉണ്ടാകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നാൽ, നമ്മൾ പ്രാർത്ഥന തുടങ്ങാൻ പോയത് നമ്മുടെ മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്വന്തം ആത്മീയ ശാന്തിക്ക് വേണ്ടിയാണ്. പക്ഷെ ആ പ്രാർത്ഥന അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. വലത്തോട്ടും ഇടത്തോട്ടും നോക്കി ഈ ലോകത്തുള്ള എല്ലാവർക്കും, മുഴുവൻ മനുഷ്യർക്കും, പ്രവാചകന്മാർക്കും സമാധാനവും സ്നേഹവും നേർന്നുകൊണ്ടാണ് നിങ്ങൾ ആ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തുവരുന്നത്. അതെ, ശരിക്കും വിസ്മയിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇതൊരിക്കലും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. അതായത്, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പോയ ആളല്ല തിരികെ വരുന്നത്. തികച്ചും ശാന്തനായ, മറ്റുള്ളവരിലേക്ക് സ്നേഹം പകരാൻ കഴിയുന്ന പുതിയൊരാളായിട്ടാണ് നിങ്ങൾ തിരികെ സമൂഹത്തിലേക്ക് വരുന്നത്. ഇതൊരു വലിയ സാമൂഹിക സന്ദേശം കൂടിയാണ്. ശരിക്കും ഈ കാര്യങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ ഇത്രയും കാലം വെറുമൊരു ശാരീരിക വ്യായാമം പോലെ കണ്ടിരുന്ന പല കാര്യങ്ങളുടെയും ഉള്ളിൽ എത്രത്തോളം വലിയ മാനസികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ വിവരങ്ങളുടെ അവസാനം അവരൊരു കാര്യം ചോദിക്കുന്നുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായി എന്ന് 1 മുതൽ 5 വരെയുള്ളൊരു സ്കെയിലിൽ വിലയിരുത്താൻ അവരാവശ്യപ്പെടുന്നുണ്ട്. അതെ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ആത്മീയതയെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് അവരെത്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് വിരസത തോന്നുന്നത് ആവർത്തനം കൊണ്ടല്ല, മറിച്ച് അതിലെ അർത്ഥം നമ്മൾ മറന്നുപോകുന്നത് കൊണ്ടാണ്. നമ്മൾ ചർച്ച ചെയ്തത് വെറുമൊരു മതപരമായ ചടങ്ങിനെക്കുറിച്ചല്ല, മറിച്ച് വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരു സാധാരണ ശീലം എങ്ങനെ മാനസികമായ ഒരു ഉണർവാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. അതെ, അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. 40,000-ത്തിലധികം ആളുകൾ ഇതിൽ മാറ്റം കണ്ടെത്തുന്നത് ഈ അർത്ഥം അവർക്ക് ശരിക്കും മനസ്സിലാകുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഏതൊരു പുതിയ കാര്യം പഠിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റാൻ കഴിയാത്ത ചില ശീലങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ആദ്യം സംസാരിച്ച ആ ആദ്യത്തെ ചിന്ത എന്ന ആശയം പ്രാവർത്തികമാക്കി നോക്കാവുന്നതാണ്. തീർച്ചയായും. കാര്യങ്ങളെ ഒരു ബാധ്യതയായി കാണാതെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി സ്നേഹത്തോടെ സമീപിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നുറപ്പാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അനാലിസിസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നൽകാം. അതൊരു നല്ല ആശയമാണ്. ഈ വിശകലനത്തിൽ നമ്മൾ കണ്ടല്ലോ, വിവർത്തനത്തിൽ കരുണ എന്നതിനെ സ്നേഹം എന്ന് മാറ്റിയപ്പോൾ ഒരു പ്രാർത്ഥനയുടെ മുഴുവൻ ഭാവവും അതിനോടുള്ള നമ്മുടെ സമീപനവും മാറിയത്. ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ഏതെങ്കിലും വാക്കുകളോ ശീലങ്ങളോ ഇതുപോലെ തെറ്റായി മനസ്സിലാക്കപ്പെട്ടവയുണ്ടോ? അവയുടെ യഥാർത്ഥ അർത്ഥം ഒന്നുകൂടി അന്വേഷിച്ച് കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.